പ്ലസ് ടു കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ 5ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇക്വേഷൻസും ഗ്രാഫും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഗേഷ്യസ് റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ത് സിസ്റ്റമാണ്? ഗേഷ്യസ് സിസ്റ്റമാണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷന് പകരം നമ്മൾ ഏത് ടേം ഉപയോഗിക്കും? പ്രഷർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോൺസെൻട്രേഷന് പകരം. ഓക്കെ, കൺസിഡർ ദ റിയാക്ഷൻ എ ഗിവിംഗ് ബി പ്ലസ് സി ഓൾ ആർ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഈ സിസ്റ്റത്തില് ലെറ്റ് പി ഐ ബി ദ ഇനീഷ്യൽ പ്രഷർ. ഇനീഷ്യൽ പ്രഷർ ആണ് പി ഐ എന്ന് പറയുന്നത്. ഓക്കെ, now PT is the total pressure. എന്താണ്? total pressure at time t. t എന്ന് പറയുന്ന ടൈമിലെ ടോട്ടൽ പ്രഷർ ആണ് PT. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P total, ടോട്ടൽ പ്രഷർ എങ്ങനെ എഴുതാം? P total is equal to PA plus PB plus PC. അതായത് എല്ലാത്തിന്റെയും പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, when t is equal to 0, t 0 ആകുമ്പോൾ ഏതെങ്കിലും റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു റിയാക്ടന്റിന്റെ ഇവിടുത്തെ പ്രഷർ ഒന്നും കുറഞ്ഞിട്ടില്ല. സോ ദ പ്രഷർ ഓഫ് എ ഈസ് PI ആൻഡ് പ്രഷർ ഓഫ് ബി ഈസ് 0 atm, അറ്റ്മോസ്ഫിയറിക്കലാണ്, ആൻഡ് സി ഈസ് 0 atm. ഓക്കെ, നൗ അറ്റ് ടൈം t എന്ന് പറയുന്ന ടൈമില് സപ്പോസ് എക്സ് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറഞ്ഞു, റിയാക്ടന്റിന്റെ എക്സ് ATM കുറഞ്ഞു, എക്സ് പ്രഷർ കുറഞ്ഞു. അപ്പൊ എങ്ങനെ എഴുതാം? പി ഐയിൽ നിന്ന് എന്ത് കുറഞ്ഞു? PI മൈനസ് എക്സ്. അപ്പൊ ഇപ്പൊ എയുടെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? PI മൈനസ് എക്സ് ATM ആണ്. ഓക്കെ, ദെൻ അപ്പൊ ബിയുടെ പ്രഷർ എന്താണ്? ഒരു മോൾ എ ഡീകമ്പോസ് ചെയ്ത് ഒരു മോൾ ബിയും ഒരു മോൾ സിയുമായി. അപ്പോൾ എക്സ് പ്രഷർ കുറഞ്ഞെങ്കിൽ ബിയുടെയും സിയുടെയും എത്ര കണ്ട് കൂടി? എക്സ് പ്രഷർ കൂടി. സോ എക്സ് ATM ബിക്കും എക്സ് ATM സിക്കും ഇൻക്രീസ് ചെയ്തു പ്രഷർ. നൗ വി ക്യാൻ റൈറ്റ് ദ ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എഴുതാം അല്ലെ? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു, ഇവിടെ എയുടെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? PI മൈനസ് എക്സ്. ഓക്കെ, ദെൻ ബിയുടെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? എക്സ്. സോ പ്ലസ് എക്സ്, സിയുടെ എക്സ്, സോ പ്ലസ് എക്സ്, മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. സോ PI പ്ലസ് എക്സ്, PT ഈസ് ഈക്വൽ ടു PI പ്ലസ് എക്സ്. ശ്രദ്ധിക്കണേ, നൗ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? P ടോട്ടൽ മൈനസ് ഇനീഷ്യൽ പ്രഷർ, PT മൈനസ് PI എന്ന് എഴുതാം. ഇനി നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു PI മൈനസ് എക്സ്. ഓക്കെ, PI മൈനസ് എക്സ് ആണ്. ഇവിടെ ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? PI മൈനസ് എക്സിന്റെ വാല്യൂ എന്താണ്? PT മൈനസ് PI. നൗ ഓപ്പൺ ദ ബ്രാക്കറ്റ്. PI മൈനസ് PT പ്ലസ് PI. അകത്ത് കിടക്കുന്ന മൈനസും പുറത്തെ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും. സോ ഇക്വേഷൻ ബിക്കംസ് 2PI മൈനസ് PT. അപ്പൊ PIയുടെ പ്രഷർ എന്താണ് കിട്ടുന്നത്? 2PI മൈനസ് PT. ഇനി നമ്മൾ ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് എഴുതുന്നത്. നമ്മള് കോൺസെൻട്രേഷന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ആ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. K ഈസ് ഈക്വൽ ടു 2.303 divided by T log molar concentration of R0 divided by molar concentration of R. നമ്മൾ പഠിച്ചതാണല്ലേ. R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അറ്റ് ടൈം T. T എന്ന് പറയുന്ന ടൈമിലെ കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ടേംസിനെ നമ്മൾ ഏത് ടേം വെച്ച് റീപ്ലേസ് ചെയ്യും? ഗ്യാസ് ഫേസ് റിയാക്ഷനില് പ്രഷർ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? K is equal to 2.303 divided by T log molar concentration of, ഇവിടെ R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്,
അങ്ങനെയാണെങ്കിൽ അതിന് പകരം നമ്മൾ എന്ത് എഴുതണം? ഇനീഷ്യൽ പ്രഷർ എഴുതണം. സോ ലെറ്റ് us write Pi divided by മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്ന അറ്റ് ടൈം ടിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുടെ പ്രഷറാണ് എഴുതേണ്ടത്? പി എയുടെ പ്രഷർ ഏത് ടൈമില്? ടി എന്ന് പറയുന്ന ടൈമില്. സോ പി എ, പ്രഷർ ഓഫ് പി എ എന്ന് ഞാൻ എഴുതി. ഓക്കെ, now again let us substitute 2.303 by T log molar concentration of Pi divided by, ഇവിടെ പി എ പാർഷ്യൽ പ്രഷർ ഓഫ് എ ആണ് എഴുതേണ്ടത്. കാരണം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ റിയാക്ടന്റിന്റെ പ്രഷർ തന്നെയാണ് നമ്മൾ ഈ ടേമിലും എഴുതേണ്ടത്. പി എ, അതാണ് പി എ എന്ന് എഴുതിയിരിക്കുന്നത്. ഒറ്റ റിയാക്ടന്റ് ഇവിടെ ഉള്ളൂ. Now what is PA? 2Pi minus PT. So 2Pi minus PT. So this is the integrated rate equation for first order reaction. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ ടേംസിലുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ഡിറൈവ് ചെയ്യാം. Now the next topic is half life of a reaction. എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരാളുടെ ഏജ് 90 ഇയേഴ്സേ ഉള്ളൂ, 90. അങ്ങനെയാണെങ്കിൽ എന്താണ് അയാളുടെ ഹാഫ് ലൈഫ്? 45 ഇയേഴ്സ്. ഇനി 60 ഇയേഴ്സ് ഉള്ളെങ്കിലോ 30 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടൻസ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് 100 കിലോഗ്രാം റിയാക്ടന്റ് 50 കിലോഗ്രാം ആയിട്ട് മാറാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ 10 കിലോഗ്രാം റിയാക്ടന്റ് 5 കിലോഗ്രാം ആയിട്ട് മാറാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാഫ് ലൈഫ്. നേർ പകുതിയാകുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഡിഫൈൻ ചെയ്താലോ? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ to reduce the concentration of reactants to half its initial value. Initial value ന്റെ പകുതിയാകാൻ എടുക്കുന്ന സമയം. ആരുടെ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന്റെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാഫ് ലൈഫ്. ഇനി ഹാഫ് ലൈഫ് നമുക്ക് രണ്ട് ഓർഡർ റിയാക്ഷന്റെ കണ്ടുപിടിക്കണം. സീറോ ഓർഡർ റിയാക്ഷന്റെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ. നമുക്ക് ആദ്യം സീറോ ഓർഡർ റിയാക്ഷന്റെ കണ്ടുപിടിക്കാം. ഇനി എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? എ റിയാക്ഷൻ ഹൂസ് റേറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മൾ ആ റേറ്റ് ലോ എഴുതിയപ്പോൾ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 0 എന്നാണ് നമ്മൾ എഴുതിയത് അല്ലെ. ഇതാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ. അല്ലെങ്കിൽ R ഗിവിംഗ് P, റിയാക്ടന്റ് ഗിവിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതും? R is equal to K into molar concentration of reactant raised to 0. ഇതാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയത്. So that does not depend upon the concentration of the reactants. ഇനി ആ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ. അതെന്താണ്? K is equal to rate constant K is equal to, എങ്ങനെ എഴുതാം? molar concentration of R0 minus molar concentration of R that divided by T. T is the time. And what is this R0? R0 is the initial concentration. So this is the initial concentration. Now molar concentration of R is the concentration at time T. T എന്ന് പറയുന്ന ടൈമിലെ കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത്. Now when T is equal to T half, T is equal to T half ആകുമ്പോൾ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായി? നേർ പകുതിയാകാൻ എടുക്കുന്ന ആ സമയമാകുമ്പോൾ R എന്ന് പറയുന്നത് പ്രസന്റ് കോൺസെൻട്രേഷൻ എന്താകും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയാകും. R0/2 ആകും. അപ്പൊ ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് ഈ ആറിന് പകരം എന്ത് വരും? R0/2 എന്ന് വരും. കാരണം അതാണ് T half എന്ന് പറയുന്ന ടൈമിലെ R വാല്യൂ. സോ R0/2 that divided by ഈ ടൈം T എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? T half ആയിട്ട് മാറും.
ഓക്കെ, ഓൺ സിംപ്ലിഫൈയിങ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ R0 2R0 മൈനസ് R0 ബൈ 2 എന്ന് വരും. അടിയില് കെയും വരും. ഓക്കെ, now 2R0 മൈനസ് R0 എന്ത് വരും? ടി ഹാഫ് ഈസ് ഈക്വൽ ടു molar concentration of R0 divided by 2K. So this is the half-life of a zero order reaction. അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറന്നു പോകരുത്, ടി ഹാഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ സീറോ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? That does not depend upon the concentration of the reactants, but its T half depends upon the initial concentration of the reactants. Okay, equation പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഫോർ ദ റിയാക്ഷൻ ആർ ഗിവിംഗ് പ്രോഡക്ട്സ്, റേറ്റ് ലോ എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 1. So rate depends upon the concentration of the reactants. ഫസ്റ്റ് പവറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചത് മറന്നുപോയോ? ഒന്ന് പറഞ്ഞേ. കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അറ്റ് ടൈം T ആണ്. ഓക്കെ, ഇനി നമുക്ക് ടി ഹാഫ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഡിറൈവ് ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. നൗ വെൻ T ഈസ് ഈക്വൽ ടു ടി ഹാഫ്, T എന്ന് പറയുന്നത് ടി ഹാഫ് ആയി മാറുമ്പോൾ ഈ R എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? Concentration of R is equal to R0 ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ നേർ പകുതിയായിട്ട് മാറും. എപ്പോൾ? when T is equal to T half. അപ്പൊ ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. K is equal to 2.303 divided by T എന്തായിട്ട് മാറും? T half. So log molar concentration of R0, initial concentration വ്യത്യാസം വരുന്നില്ല. Now this concentration of R is changed to concentration of R0 by 2. ഈ വാല്യൂ ആയിരിക്കും എഴുതുന്നത്. ഈ R0യും R0യും കട്ട് ചെയ്ത് പോകും. അപ്പൊ log 2 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, ഇവിടെ ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. T half is equal to 0.693 by K. So this is the half-life period of a first order reaction. അത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ കോൺസെൻട്രേഷന്റെ ഏതെങ്കിലും ടേംസ് ഉണ്ടോ? ഇല്ലല്ലോ. സോ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ whose rate depends on the concentration of the reactants. പക്ഷെ അതിന്റെ ടി ഹാഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്? whose rate does not depend upon the concentration of the reactants. എന്നാൽ അതിന്റെ ടി ഹാഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാറിപ്പോകരുത്, മനസ്സിരുത്തി പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നാണ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്യൂഡോ എന്താണ്? സ്യൂഡോ എന്ന വാക്കിന്റെ അർത്ഥം ഫോൾസ് എന്നാണ്, തെറ്റാണ്. അപ്പൊ തെറ്റായ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നും ചിലത് അങ്ങനെയാണ്, അതാണെന്ന് തോന്നും, പക്ഷെ അതല്ല. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ടാണ് ഓർഡറിൽ വ്യത്യാസം വരുന്നത്? ഓർഡറിൽ വ്യത്യാസം വരാൻ കാരണം ചിലപ്പോൾ കണ്ടീഷൻസിലുള്ള വ്യത്യാസമാകാം. ഫോർ എക്സാമ്പിൾ, ഒരു കണ്ടീഷനാണ് ചില റിയാക്ടന്റിന്റെ എക്സസ് ക്വാണ്ടിറ്റി പ്രസന്റ് ആയിരിക്കുകയാണ് എങ്കിൽ അപ്പോൾ ഓർഡറിൽ വ്യത്യാസം വരും.
അതിന്റെ ഫലമായിട്ട് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് കിട്ടാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നോക്കിക്കേ, ഈഥൈൽ അസറ്റേറ്റിന്റെ ഹൈഡ്രോളിസിസ്. ഈഥൈൽ അസറ്റേറ്റ് ഹൈഡ്രോളിസിസ് നടന്ന് അസറ്റിക് ആസിഡും എത്തനോളുമായിട്ട് മാറും. അപ്പം ടി എന്ന് പറയുന്നത് ടി ഈസിക്കൽ ടു 0, ടി ഈസിക്കൽ ടു 0 0.01 മോൾ ആണ് ഈഥൈൽ അസറ്റേറ്റിന്റെ കോൺസെൻട്രേഷൻ. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എത്രയാന്ന് നോക്കിയേ, 10 മോൾ. ഇതോ 0.01 മോൾ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ആണല്ലേ. ആരാണ് എക്സസ് ആയിട്ടുള്ളത്? വാട്ടർ എക്സസ് എമൗണ്ട് ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈഥൈൽ അസറ്റേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇനി അറ്റ് ടൈം ടി എന്ന് പറയുന്ന ടൈമിൽ എന്ത് സംഭവിക്കും? ഈ 0.01 മോളും എന്തായിട്ട് മാറി? ഹൈഡ്രോളിസിസ് നടന്ന് അസിറ്റിക് ആസിഡും എത്തനോളുമായിട്ട് മാറി. അപ്പം അസിറ്റിക് ആസിഡ് 0.01 മോളായി, എത്തനോൾ 0.01 മോളായി. ഈഥൈൽ അസറ്റേറ്റിന്റെ കോൺസെൻട്രേഷൻ എത്രയായി? 0 മോളായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെ കോൺസെൻട്രേഷൻ ആണ്? വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്തുമാത്രം കുറഞ്ഞു? only 0.1 മോൾ. അതായത് വാട്ടറിന്റെ കോൺസെൻട്രേഷന് കാര്യമായ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ വാട്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടറിനെ അവിടെ എന്തായിട്ട് എടുക്കുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നൗ ലെറ്റ് us write the rate equation. നമുക്ക് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ ഒന്ന് എഴുതാം. R is equal to എങ്ങനെ എഴുതാം? K into molar concentration of CH3CO C2H5 കാരണം റിയാക്ടന്റിന്റെ ആണ്, into molar concentration of water. Okay, now let us put this K dash. പറയാം എന്താണെന്ന്. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ കണ്ടു വാട്ടറിന്റെ കോൺസെൻട്രേഷന് കാര്യമായ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ടേമും എന്താണ്? കെ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ രണ്ട് കോൺസ്റ്റന്റും കൂടി നമുക്ക് മറ്റൊരു കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതാണ് എന്ത്? കെ. സോ കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസറ്റേറ്റ് എന്ന് എഴുതാം. where K is equal to K dash into molar concentration of water. Okay. One more example. Cane sugar in the hydrolysis. Cane sugar in the formula എന്താണ്? C12H22O11. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? In presence of acid C6H12O6 plus C6H12O6. രണ്ടും സെയിം കെമിക്കൽ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല. വൺ ഈസ് ഗ്ലൂക്കോസ് ആൻഡ് അതർ വൺ ഈസ് ഫ്രക്ടോസ് ആണ്. ഇവിടെയും വാട്ടർ എക്സസ് ആണ്. സോ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? R is equal to K into molar concentration of cane sugar C12H22O11. ഇവിടെ K എന്ന് പറയുന്നത് എന്തായിരിക്കും? K is equal to K dash into molar concentration of water. കാരണം K dash ഒരു കോൺസ്റ്റന്റ് ആണ്, molar concentration of waterഉം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. So such reactions which appears to be higher order ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കും, but actually follows first order kinetics are called pseudo first order reaction. അങ്ങനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡറിന്റെ ഒരു ഡെഫിനിഷൻ എഴുതുന്നത്. എങ്ങനെയാണ്? റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഈസ് കോൾഡ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, പഠിച്ചു വെക്കണം. സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ടെക്സ്റ്റിലെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ചെയ്തു നോക്കാം. Hydrolysis of methyl acetate in aqueous solutions has been studied by titrating the liberated acetic acid against NaOH. The concentration of the ester at different times is given below. Ester's concentration തന്നിട്ടുണ്ട്. കടന്നിക്കട്ടെ. Show that short form ആണ് എഴുതിയിരിക്കുന്നത്. It follows a pseudo first order reaction as the concentration of water remains nearly constant, 55 mol per liter, during the course of the reaction. What is the value of K dash in this equation? K dash in the value എന്താണ്? So, എങ്ങനെയാണ് K dash നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം
K is equal to K dash into molar concentration of water എന്ന് നമുക്ക് അറിയാം. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ് ആണ്. മീഥൈൽ അസറ്റേറ്റിന്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും? മെത്തനോളും അസിറ്റിക് ആസിഡും കിട്ടും. ഇനി കിട്ടിയ പ്രോഡക്റ്റ് അസിറ്റിക് ആസിഡാണ്. ആ അസിറ്റിക് ആസിഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ടൈട്രേറ്റ് ചെയ്യും. അപ്പൊ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെ ആ ടൈട്രേഷൻ വാല്യൂവിൽ നിന്ന് അസിറ്റിക് ആസിഡ് കിട്ടി. അപ്പൊ അസിറ്റിക് ആസിഡ് എന്തുമാത്രം ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം എസ്റ്റർ റിയാക്ട് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കരുതോ? കാരണം നമുക്കറിയാം 1 മോൾ മീഥൈൽ അസറ്റേറ്റ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 1 മോൾ അസിറ്റിക് ആസിഡ് കിട്ടും എന്നറിയാം. അപ്പൊ ഉണ്ടായ അസിറ്റിക് ആസിഡ് എന്തുമാത്രമാണെന്ന് നമുക്ക് കിട്ടിയാൽ ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. നമുക്ക് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈട്രേറ്റ് ചെയ്ത് അസിറ്റിക് ആസിഡ് അഗെയിൻസ്റ്റ് NaOH. അപ്പൊ ആ ടൈട്രേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അസിറ്റിക് ആസിഡിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ പല ടൈമില് എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടൈം ഇൻ മിനിറ്റ് ആണ്. 0 മിനിറ്റിലെ കോൺസെൻട്രേഷൻ, 30 മിനിറ്റ്, 60 മിനിറ്റ്, 90 മിനിറ്റ് എല്ലാം എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. കാരണം നമുക്കറിയാം റേറ്റ് ലോയിൽ ആരുടെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് പരിഗണിക്കുന്നത്. പക്ഷെ ഇവിടെ കാര്യം ശ്രദ്ധിച്ചോണം, നമുക്ക് തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇനി ഷോ ദാറ്റ് ഇറ്റ് ഫോളോസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത് 0.85 മോളേ ഉള്ളൂ. പക്ഷേ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ എത്രയാണ്? 55 മോളാണ്. 0.85 മോള് 55 മോളിന്റെ മുമ്പിൽ വളരെ ചെറുതാണ് അല്ലേ? അപ്പൊ തന്നെ നമുക്കറിയാം ഇതെന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് അറിയാം. എങ്കിലും നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ ഈ ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും. ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണ് എങ്കിൽ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസ് കൊടുത്ത് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർഡറിന്റെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പറഞ്ഞേ. K is equal to 2.303 by T log molar concentration of R0, that is the initial concentration, divided by molar concentration of R at any time T. Okay, ഇനി നമ്മൾ K യുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ 30 മിനിറ്റിൽ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? Tക്ക് എന്ത് കൊടുക്കണം? 30 മിനിറ്റ് കൊടുക്കണം. അത് കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്കറിയാം എന്താണ്? 0.85 ഡിവൈഡഡ് ബൈ 30 മിനിറ്റിലെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.8004. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ K വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2.004 into 10⁻³ ആണ് നമുക്ക് കിട്ടിയ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഓക്കെ, നൗ 60 മിനിറ്റില് ഇവിടെ Tക്ക് 60 കൊടുക്കുക. 60 മിനിറ്റിലെ കോൺസെൻട്രേഷൻ ആണ് 0.7538. അത് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ന്യൂമറേറ്ററിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൊടുക്കുക, ദാറ്റ് ഈസ് 0.85. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് 2.002 into 10⁻³ ഫസ്റ്റ് വാല്യൂ 2.004 ആയിരുന്നു. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലേസിൽ 0.002ന്റെ ഡിഫറൻസ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് അല്ലേ? ഇനി മൂന്നാമത്തെ ടൈമില് 90 മിനിറ്റില് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം കെയുടെ വാല്യൂ. ഇവിടെ R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.85 കൊടുത്തു. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ത് കൊടുത്തു? 0.7096. കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് 2.005 into 10⁻³
അവിടെ നിങ്ങൾ നോക്കിക്കേ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലേസിലാണ് ആ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. അത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അപ്പം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10ന്റെ പവർ ഒക്കെ സെയിം ആണ്. പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലേസിൽ മാത്രമേ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് കെ വാല്യൂ കിട്ടി. അങ്ങനെ കോൺസ്റ്റന്റ് കെ വാല്യൂ കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് എന്ത് റിയാക്ഷൻ തന്നെയാണ്, എന്ത് ഓർഡർ തന്നെയാണ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ആദ്യമേ ഇത് നോക്കാതെ തന്നെ മനസ്സിലായിരുന്നു അല്ലെ. കാരണം 55 മോൾ എക്സസ് ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0.85 എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എങ്കിലും നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടി ഇത് പ്രൂവ് ചെയ്തു. ഇനി നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കെ ഡാഷിന്റെ വാല്യൂ. കെ ഡാഷിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? നമുക്കറിയാം ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇതിന്റെ മൂന്നിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ചെറിയ വാല്യൂ നമുക്ക് എടുക്കും. റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇതിന്റെ മൂന്നിനും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് കെ ഈസ് ഈക്വൽ ടു നമുക്ക് ഏതെടുക്കാം? 2.004 into 10 raised to minus 3 and one is 2.002 and the other one is 2.005. അപ്പോൾ ഇതിന്റെ ഇടയിൽ 2.004 into 10 raised to minus 3 നമുക്ക് വാല്യൂ എടുക്കാം. and that is equal to k dash into H2O. അപ്പോൾ k dash എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? k dash is equal to k divided by molar concentration of H2O. k യുടെ വാല്യൂ നമുക്ക് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുക. 2.004 into 10 raised to minus 3 divided by molar concentration of water എത്രയാണ്? That is 55 mole per liter. Rate constant യൂണിറ്റ് എന്താണ്? പെർ മിനിറ്റ് ആണ്. ഓക്കെ, പെർ മിനിറ്റ് ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 3.64 into 10 raised to minus 5 യൂണിറ്റ് എന്താണ്? മോള് മുകളിൽ വരുമ്പോൾ എന്ത് വരും? മോൾ ഇൻവേഴ്സ്. ലിറ്റർ ഇൻവേഴ്സ് മുകളിൽ വരുമ്പോൾ ന്യൂമറേറ്ററിൽ വരുമ്പോൾ ലിറ്റർ, then മിനിറ്റ് ഇൻവേഴ്സ്. സോ ദിസ് ഈസ് ദി ആൻസർ. കെ ഡാഷിന്റെ വാല്യൂ കിട്ടിയപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഇതൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന്. റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഒരു കോൺസ്റ്റന്റ് കെ വാല്യൂ കിട്ടിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. കൂടാതെ കെ ഡാഷിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു ഗ്യാസ് ഫേസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. കൂടാതെ ഹാഫ് ലൈഫ് പീരീഡ് സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. Then last, pseudo order reactions which appears to be higher order but follows first order kinetics. അതിന് എക്സാമ്പിൾസും കണ്ടു. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. First one, derive the half-life of zero order and first order reaction. ആ ഡിറൈവ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ എന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. Now second one, what is pseudo order reaction? Give examples. കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് ആണ് pseudo order reactions ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. Now third one, write the integrated rate equation for gas phase first order reaction. Explain the terms. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.